മാലിമുളക് കൃഷിയിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ടു പോകുന്ന നിരവധി കർഷകർ ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലുണ്ട്. അവരിൽ ഏറ്റവും ശ്രദ്ധേയനാണ് അജി. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് മാലിമുളക് കൃഷി നടത്തുകയും അതുവഴി 20 ലക്ഷം രൂപയുടെ ആദായം ഒരു വർഷം കൊണ്ട് നേടുകയും ചെയ്ത കർഷകനാണ് രാജകുമാരി മുരുക്കുംതൊട്ടി സ്വദേശി അജി. ചുണ്ടൻകുഴി മുളന്തണ്ട് എന്ന സ്ഥലത്ത് അജി ഏലം കൃഷിക്കായി തിരഞ്ഞെടുത്ത 4 ഏക്കർ സ്ഥലത്താണ് ഏലത്തിനൊപ്പം തന്നെ മാലിമുളക് കൃഷി നടത്തിയത്. 3-ാം മാസം മുതൽ ആദായം കിട്ടിത്തുടങ്ങി. തുടർന്നങ്ങോട്ട് ഓരോ വർഷക്കാലം ആദായം ലഭിച്ചു. ചിട്ടയായ പരിപാലനത്തിലൂടെ മാലിമുളക് സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കാൻ ഈ കർഷകന് കഴിഞ്ഞു. കട്ടപ്പന മാർക്കറ്റിലാണ് മാലിമുളക് വിറ്റഴിച്ചത്. മാലിമുളക് വിലയിൽ സാരമായ ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട്. 20 രൂപ മുതൽ 400 രൂപ വരെ കിലോഗ്രാമിന് ലഭിക്കുന്ന മാലിമുളകിന്റെ വിലയുടെ ഏറ്റക്കുറച്ചിൽ കർഷകരെ ദുരിതത്തിലാക്കാറുണ്ട്. എന്തായാലും അജിക്ക് കൃഷിയുടെ വിളവെടുപ്പ് കാലത്ത് മെച്ചപ്പെട്ട വില ലഭിച്ചതിനാലാണ് ഒരു വർഷം കൊണ്ട് തന്നെ 20 ലക്ഷം രൂപയുടെ ആദായം നേടാൻ കഴിഞ്ഞത്. 4 ഏക്കർ സ്ഥലത്താണ് ആദ്യം കൃഷി ചെയ്തിരുന്നത്, റീപ്ലാന്റ് ചെയ്തത്. അതിൽ എല്ലാ സ്ഥലത്തും തന്നെ 4 ചെടികൾക്ക് നടുക്കായിട്ട് ഒരു മാലിമുളക് എന്നുള്ള രൂപത്തിൽ നട്ടിരുന്നു. ഏലം പരിചരിക്കുന്നതിനോടൊപ്പം തന്നെ മാലിമുളകിനെയും പരിചരിച്ചിരുന്നു. അതുകൊണ്ട് നല്ല വിളവ് കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായൊരു വിലയില്ല. അപ്പോൾ ഓരോ സമയത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള വിലയാണ്. 20 രൂപയുണ്ടെങ്കിലും ചെടി പരിപാലിച്ച് പഴമായത് പറിച്ചു മാറ്റിയില്ല എങ്കിൽ ചെടി മുരടിച്ചു പോവുകയും നശിച്ചു പോവുകയും ചെയ്യും. മലയോര മേഖലയിൽ 2 വർഷം വരെ തുടർച്ചയായി ആദായം ലഭിക്കുന്ന ഒന്നാണ് മാലിമുളക്. ഹൈറേഞ്ചിൽ കട്ടപ്പന, നെടുങ്കണ്ടം പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മാർക്കറ്റുണ്ട്. രാജകുമാരി ഇടമറ്റത്തെ ഫെഡറേറ്റർ നഴ്സറിയിൽ നിന്നാണ് മാലിമുളകിന്റെ തൈകൾ അജി വാങ്ങിയത്. കിലോഗ്രാമിന് 100 രൂപയെങ്കിലും കിട്ടിയാൽ കർഷകർക്ക് ഈ കൃഷി ലാഭകരമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് കർഷകരുടെ അനുഭവം.